RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഉപകരണങ്ങളിൽ എക്സ്പാൻഷൻ ഡിവൈസായിട്ട് ഉപയോഗിക്കുന്ന ക്യാപ്പിലറി ട്യൂബുകളെ പറ്റിയും അതിൻ്റെ ഡയമീറ്റർ അളക്കാൻ ഉപയോഗിക്കുന്ന ക്യാപ്പിലറി പ്ലഗ് ഗേജ് എന്ന ഉപകരണത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇവാപ്പറേറ്റർ എന്ന കമ്പോണൻറ്റിന് തൊട്ട് മുന്നിലായിട്ടാണ് ക്യാപ്പിലറി ട്യൂബ് എന്ന കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നത്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇവാപ്പറേറ്റർ എന്ന കമ്പോണൻറ്റിലാണ് കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ളിൽ കൂടെ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ബോയിലിംഗ് പോയിൻ്റ് വളരെ കുറവുള്ള ഒരു കെമിക്കൽ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റിനുള്ളിൽ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ഈ പദാർത്ഥം ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേറ്ററിനുള്ളിലെ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന പദാർത്ഥം അത് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് ചുറ്റുമുള്ള താപത്തിനെ അത് വലിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഹീറ്റ് റിമൂവ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇവാപ്പറേറ്ററിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവാപ്പറേറ്ററിനുള്ളിൽ ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനുള്ളിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള എക്സ്പാൻഷൻ ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു എക്സ്പാൻഷൻ ഡിവൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ക്യാപ്പിലറി ട്യൂബ്. ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ വളരെ കനം കുറഞ്ഞ ഒരു ട്യൂബാണ്. ഇവാപ്പറേറ്ററിലേക്കുള്ള റെഫ്രിജറൻറ്റിനെ എത്തിക്കുന്നതും കൂടാതെ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയ്ക്കുന്നതും ഈ ക്യാപ്പിലറി ട്യൂബാണ്. അപ്പോൾ ഈ ക്യാപ്പിലറി ട്യൂബ് കണക്ട് ചെയ്യുന്നത് ഡ്രയർ ഫിൽട്ടർ എന്ന കമ്പോണൻറ്റിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് ലിക്വിഡ് ക്യാപ്പിലറി ട്യൂബിൽ എത്തുന്നു. ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ ട്യൂബ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയുന്നു. മാത്രമല്ല അത് ഇവാപ്പറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവാപ്പറേറ്ററിലെ ട്യൂബിന് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഏരിയയിൽ നിന്നും വലിയ ഏരിയയിലേക്കാണ് ഒരു കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. ഈ എക്സ്പാൻഷൻ പ്രോസസ്സ് കഴിയുമ്പോഴാണ് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പഴയ ടൈപ്പ് വിൻഡോ AC-കളിലും സ്പ്ലിറ്റ് AC-കളിലും ഉപയോഗിച്ചിരുന്ന ക്യാപ്പിലറി ട്യൂബാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ കൂടാതെ കടകളിൽ ഉപയോഗിക്കുന്ന ഡീപ് ഫ്രീസർ അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ വരുമ്പോൾ അതിനെക്കാട്ടും കനം കുറഞ്ഞ ക്യാപ്പിലറി ട്യൂബാണ് ഉപയോഗിക്കുന്നത്. ഒരു സിസ്റ്റത്തിലെ ഇവാപ്പറേറ്ററിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചാണ് നമ്മൾ ക്യാപ്പിലറി ട്യൂബ് സെലക്ട് ചെയ്യുന്നത്. വിൻഡോ AC, സ്പ്ലിറ്റ് AC മുതലായ ഉപകരണങ്ങളിൽ മുൻപ് കാണിച്ച തരത്തിലുള്ള ക്യാപ്പിലറി ട്യൂബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ണം കൂടുതലാണ്. മാത്രമല്ല അതിൻ്റെ ലെങ്ത് വളരെ കുറവും ആയിരിക്കും. കാരണം ക്യാപ്പിലറി ട്യൂബിൻ്റെ വലിപ്പം കുറയും തോറും പ്രഷർ ഡ്രോപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഡ്രോപ്പ് കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയും പ്രഷർ ഡ്രോപ്പ് കുറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ വിൻഡോ AC-കളിലെയും സ്പ്ലിറ്റ് AC-കളിലെയും ടെമ്പറേച്ചർ, ഇവാപ്പറേറ്ററിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രിക്ക് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ വലിപ്പം കൂടിയ ക്യാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുന്നത്. പക്ഷേ റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ മുതലായ 0 ഡിഗ്രിക്ക് താഴെ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളിൽ ക്യാപ്പിലറി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഡയമീറ്റർ കുറഞ്ഞ ഒന്നായിരിക്കും, പക്ഷേ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാപ്പിലറി ട്യൂബായതുകൊണ്ട് അവിടുത്തെ പ്രഷർ ഡ്രോപ്പ് കൂടുതലാണ്. കാരണം അതിനുള്ളിൽ കൂടെ റെഫ്രിജറൻറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭിത്തികളുമായിട്ടുള്ള ഘർഷണ ബലം കാരണം പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് ക്യാപ്പിലറി ട്യൂബ് വളരെ കനം കുറഞ്ഞതായിരിക്കും. മാത്രമല്ല അതിൻ്റെ ലെങ്ത് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡ്രയർ ഫിൽറ്ററാണ്. ഈ ഡ്രയർ ഫിൽറ്ററാണ് റെഫ്രിജറൻറ്റിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചറിനെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡ്രയറിൽ നമുക്ക് 2 ക്യാപ്പിലറി ട്യൂബുകൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു പഴയ വിൻഡോ AC-യിൽ ഉപയോഗിക്കാൻ വേണ്ടി മുൻപ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്പിലറി ട്യൂബ് നോക്കുക. മുൻപ് കണ്ട ക്യാപ്പിലറി ട്യൂബിനെക്കാട്ടും അതിൻ്റെ ഡയമീറ്റർ വളരെ കുറവാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപ്പിലറി ട്യൂബുകൾ ഉപയോഗിക്കുന്നത് ലോ ടെമ്പറേച്ചർ ഡിവൈസസ് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ മുതലായ ഉപകരണങ്ങളിലാണ്. ഒരു ഡിഫക്റ്റീവായ സിസ്റ്റത്തിലെ ക്യാപ്പിലറി ട്യൂബ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിലെ ഇപ്പോൾ ഇരിക്കുന്ന ക്യാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ നമ്മൾ കൃത്യമായിട്ടും കണക്കാക്കണം. കൂടാതെ അതിൻ്റെ നീളവും കണക്കാക്കണം. ഇതേ സ്പെസിഫിക്കേഷനുള്ള ഒരു ക്യാപ്പിലറി ട്യൂബാണ് ആ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്യാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ ലെങ്ത്തും വ്യത്യാസമാണെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ആ ടെമ്പറേച്ചർ നമുക്ക് ഇവാപ്പറേറ്ററിൽ കിട്ടാതെ വരും. അതുകൊണ്ട് ക്യാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടൂൾ കിറ്റും കൂടെ ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേര് ക്യാപ്പിലറി പ്ലഗ് ഗേജ് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ക്യാപ്പിലറി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വണ്ണം കുറഞ്ഞ ട്യൂബുകളാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ കിറ്റാണ് ഈ ക്യാപ്പിലറി പ്ലഗ് ഗേജ്. അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് ലഭിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഹോളുകളുണ്ട്. ആ ഹോളുകൾ കൂടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ക്യാപ്പിലറിയുടെ വലിപ്പമുള്ള ചില വയറുകൾ കട്ട് ചെയ്തിട്ട് ആ ഹോളിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് പല ഡയമീറ്ററുകൾ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഇഞ്ചസിലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ക്യാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഹോളുകളിൽ ഏതിലാണ് ആ ക്യാപ്പിലറി ട്യൂബ് കറക്റ്റ് ഫിറ്റാകുന്നത് എന്ന് നോക്കുക. അതായത് ഓവറായിട്ട് ലൂസും ആകരുത്, ഓവറായിട്ട് ടൈറ്റും ആകാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹോൾ ഏതാണെന്ന് നോക്കുക. ആ ഹോളായിരിക്കും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോളിനോട് നേരെ തന്നെ അതിൻ്റെ ഡയമീറ്റർ ഇഞ്ചസിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ക്യാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റ് ഏത് ടൂൾ ഉപയോഗിച്ചാലും ഒരു ക്യാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ നമുക്ക് ഇത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ ഫീൽഡിലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.